ബി.ജെ.പി. ഭരണത്തിൽ ദളിത് പ്രാതിനിധ്യം നാമമാത്രമാണെന്നും യഥാർത്ഥ അധികാരം ദളിതർക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. തീരുമാനങ്ങൾ എടുക്കുന്നത് അണിയറയിലാണെങ്കിൽ ദളിതരെ വേദിയിൽ ഇരുത്തുന്നതുകൊണ്ട് പ്രയോജനമില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജഗ്ലാൽ ചൌധരിയുടെ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ദളിതർക്കും താഴെക്കിടയിലുള്ളവർക്കും ഭരണഘടനാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനാൽ ബി.ജെ.പിയും ആർ.എസ്.എസും ഭരണഘടനയ്ക്ക് എതിരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നിലവിലെ അധികാരഘടനയിലും രാജ്യത്തെ സ്ഥാപനങ്ങളിലും ദളിതർക്കും താഴെക്കിടയിലുള്ളവർക്കും പങ്കാളിത്തമില്ല. ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സമൂഹത്തിലെ ദുർബല വിഭാഗക്കാരുടെയും കൃത്യമായ എണ്ണമറിയാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തേണ്ടത് ആവശ്യമാണ്. പാവപ്പെട്ടവർക്കു വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും രാഹുൽ പട്നയിൽ പറഞ്ഞു. ദളിതർക്ക് പ്രാതിനിധ്യം നൽകുന്ന വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ രാഹുൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ദളിതർക്ക് പ്രാതിനിധ്യം നൽകി വരുന്നുണ്ടെങ്കിലും അധികാരഘടനയിൽ പങ്കാളിത്തമില്ലെങ്കിൽ പിന്നെ ആ പ്രാതിനിധ്യം കൊണ്ട് കാര്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് വേദിക്ക് പിന്നിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വേദിയിലിരുത്തുന്നതിൽ അർത്ഥമില്ല. വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയും ഇത് പറയാറുണ്ട്. പക്ഷേ അതിനുശേഷം നിങ്ങൾ MLA-മാരുടെ അധികാരങ്ങൾ കവരുന്നു. ലോക്സഭ MP-മാർക്ക് പോലും എന്തെങ്കിലും തീരുമാനങ്ങളെടുക്കാൻ അധികാരമില്ല. നിങ്ങൾ മന്ത്രിമാരാക്കി, പക്ഷേ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി RS-ൽ നിന്നാണ്. ചോദ്യം നിയന്ത്രണത്തെയും പങ്കാളിത്തത്തെയും കുറിച്ചാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനിയും അംബാനിയും നിർമ്മിച്ച മുഴുവൻ ആശുപത്രികൾക്കും സർക്കാർ ഭൂമിയും മറ്റ് സൗകര്യങ്ങളും നൽകി. എന്നാൽ ഏത് ആശുപത്രിയാണ് ദളിതരുടെ പേരിൽ നിർമ്മിച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു.